എല്ലാവർക്കും KMDയുടെ കർണാട്ടിക് വയലിൻ ഭാഗം 50ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗീതം ശ്രീ സുരേഷ് നാരായണ സാറിൻ്റെ കർണാടക സംഗീതം എന്ന ബുക്കിലെ 8ാമത്തെ ഗീതം, അതായത് ശുദ്ധ സാവേരി രാഗത്തിലുള്ള ധീരശങ്കരാഭരണം രാഗത്തിൻ്റെ ജന്യരാഗം. ആ ജന്യരാഗമാണ് ശുദ്ധ സാവേരി എന്ന് പറയുന്നത്. അതിലുള്ള ഗീതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുവാണ്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരം, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അതിന് മുമ്പ് ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടെ പറയുവാണ്. എല്ലാ യുവാക്കളും ദയവായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. കാരണം നമ്മുടെ ശരീരം പോലും ഇല്ലാതാക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഇന്നുണ്ട്. ദയവായിട്ട് അത് ഉപയോഗിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. രണ്ടാമത്, യുവാക്കളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താവർ. അതുകൊണ്ട് ആ സമ്പത്ത് ഇല്ലായ്മ ചെയ്താൽ ഒരു രാജ്യം തന്നെ ഇല്ലാതാകും. അതായത് ലഹരി പദാർത്ഥങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബീഡിയും സിഗരറ്റും ഒക്കെ പെടും. ഇതെല്ലാം വർജിക്കണം നിങ്ങൾ. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ കേട്ടു. ഇത് പറയണമെന്ന് തോന്നിയ പല ഇൻസിഡൻസും ഞാൻ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇത് ധീരശങ്കരാഭരണം രാഗത്തിൻ്റെ ജന്യരാഗമാണ്. അപ്പം എല്ലാം വലിയ സ്വരങ്ങളാണ് അതിനകത്ത് വരുന്നത്, മാ ഒഴികെ. അതായത് സാരി മാ പ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ടെക്നിക്ക് ഉണ്ട്. ഇത് വായിക്കും നമ്മളിത് ആക്ച്വലി വായിക്കേണ്ടതെന്ന് പറയുമ്പോൾ സാരി അതായത് ദാ വരുമ്പോൾ കണ്ടോ, അങ്ങനെ വായിക്കുന്നത്. അപ്പൊ അതിപ്പോ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ന സാ വായിച്ച് ദീ ഒന്ന് അനക്കി കൊടുക്കുക. ദായു അനക്കുക. ദാ അത് അനക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ സ്വരസ്ഥാനം വിടരുത്. ഇന്ന് അവിടെ നിന്ന് അനങ്ങുക വേണം കൈ. അപ്പം അതായത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന സ്വരങ്ങൾ. അപ്പം നമ്മൾ അതേ വലിയ സ്വരങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പം ഈ ഗീതം വായിക്കുന്നതിന് ഒരു ചെറിയ ടെക്നിക്കുണ്ട്. മേൽസ്ഥായി സ്വരത്തേതാണ് ഇത് തുടങ്ങുന്നത്, താരസ്ഥായി. അപ്പം കണ്ടോ, അത് വായിക്കണം. നമ്മൾ ആദ്യം കൈ നീയുടെ പൊസിഷനിൽ വെച്ചിട്ട് കണ്ടോ, രീന്നായി ഒന്നുകൂടെ വായിക്കാം. അടുത്ത ലൈൻ
da da sa da da pa pa ma ri da 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 pa da da sa da da pa pa ma ri da 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 pa. അതായത് ആ രണ്ട് ലൈൻ അനാലേ കരവൂ നാതി ബോലതി സകല ശാസ്ത്ര പുരാണ നിമ്നം. അതാണ് ആ രണ്ട് ലൈൻ. അത് കഴിഞ്ഞ് അടുത്തത് സാഹിത്യം. താളനീനം താളപരിഗതു രേ രേ ആ ഈ ഡാഷ് ഇട്ടേക്കുന്നത് അവിടെ നോട്ട്സ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ അകാരസ്വരമുണ്ട്. അത് മറക്കരുത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആദ്യം കൊണ്ട് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഈ ഡാഷ് ഇട്ടേക്കുന്നിടത്ത് സ്വരമുണ്ട്, നോട്ട്. അത് നമ്മൾ വായിക്കണം. അപ്പൊ അത് വായിക്കുമ്പോൾ ഇപ്പൊ ഒരു വര അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത രണ്ട് നോട്ട് കഴിഞ്ഞ് വീണ്ടും വരയിട്ടുണ്ട്. അത് ഇങ്ങനെ വായിക്കണം. ഒരൊറ്റ പോയ വര ഒറ്റ പോയ വായിക്കണം. ഇനിയും അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ലൈൻ. പരിഗതം നം ജഡാജൂഡ. അപ്പം അത് കഴിഞ്ഞിട്ട് സകല ശാസ്ത്ര പുരാണ നിമ്നം താള നിമ്നം താളപരിഗതു രേ രേ ആ സേതുവാഹ പരിഗതം നം. ഇത്രയേ ഉള്ളിത്. അപ്പം നമുക്ക് ഇനി ആ നൃത്യത്തുനിന്ന് തുടങ്ങാം. നൃത്യത്തുനിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. സേതു വാഹ എന്നുള്ള പോലെ. സാരി മാമ പദ സ പ മ പദ പ പ
പ പ മ രി മ ഇത്രേ ഉള്ളത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇത് മേൽസായിലെ സായും തീയും ഒക്കെ എങ്ങനെ വായിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെയുള്ള ക്ലാസ്. ഞാൻ പറയുന്നത് പ്രാക്ടീസും ചെയ്യണം നിങ്ങൾ, എങ്കിലേ ഇത് വായിക്കാൻ ഒക്കുള്ളൂ. അത് ചെയ്തിട്ടുള്ളവരെ ഈസി ആയിട്ട് വായിക്കൂ. അതായത് രീ മ രീ രീ സ ദ സ സ സ ദ പ മ പ ദ ദ സ ദ ദ പ പ മ രി ദ ദ ദ പ പ പ ദ ദ ദ പ പ പ മ പ ദ പ പ മ രി സ രി സ രി പ മ പ സ രി സ രി പ പ ദ പ പ മ രി രി സ രി മ മ ദ പ ദ സ സ രി രി സ ദ പ മ പ ദ ദ സ ദ ദ പ പ മ രി ദ ദ ദ പ പ പ ദ ദ ദ പ പ പ മ പ ദ പ പ മ രി സ രി സ രി പ മ പ സ രി സ രി പ പ ദ പ പ മ രി രി സ രി മ മ ദ പ ദ സ സ. ഇനി വയലിനെ നോക്കാം നമുക്ക്. ഇങ്ങനെ നിർത്തുക. അപ്പോ ഈ ഗീതം കൂടെ വായിച്ചു, ഇതോടെ ഗീതം തീരും. പിന്നെ നമ്മൾ സ്വരജതി ആയിരിക്കും അടുത്ത എടുക്കുന്നത്. അതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു തന്നു, രാരവേണു. അതിനുശേഷം കമാസിലെ സ്വരജതയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. അപ്പം വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. നന്ദി, നമസ്കാരം.